ഹലോ, കേൾക്കുന്നുണ്ടോ? നീ ഒരു കാര്യം ചെയ്യ്, ശങ്കരൻ കോവിൽ സിഗ്നൽ കഴിഞ്ഞ് നേരെ വാ. അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടാവും, അവിടെ എത്തിയിട്ട് വിളിച്ചാ മതി. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വെറുതെ ഇടക്കേറി സംസാരിക്കാൻ നിൽക്കല്ലേ. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയ റൈറ്റ് കാണും, ആ വഴി കേറിക്കോ. അവിടെ ഒരു വലിയ ഫ്ലാറ്റ് കാണാം, അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ പോര്. കറക്റ്റ് ഇവിടെ എത്തിക്കോളൂ. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലോ. ഭക്ഷണോ വീട്ടിൽ പോയതല്ലേ, അവിടുന്ന് കഴിച്ചിട്ടാ ഞാൻ വന്നേ. ഒരു VIP വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു, അതുകൊണ്ടാ വീണ്ടും ഈ സമയത്ത് തിരിച്ചു വന്നേ. ഇവന്റെ കോലം കണ്ടിട്ട് ഇതെങ്ങനെ വൃത്തിയാക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ശരി ശരി, എത്തിയിട്ട് വിളിക്ക്. കുറച്ച് ലെങ്ത് വെക്കാലോ അല്ലേ? ലെങ്തോ? ചെറുപ്പം മുതലേ ഇവൻ ഇങ്ങനെയാ. ഇവന്റെ അപ്പനൊന്ന് പറയും, പക്ഷെ ഇവൻ ചെയ്തിട്ട് പോകുന്നത് വേറെ. എപ്പോഴും ഇങ്ങനെ തന്നെയാ. ബാംഗ്ലൂർ വന്ന സമയത്ത് ഒരു ബസ് ഇങ്ങ് വന്നാ മതി, അതും നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കും. അതിനിപ്പോ അവൾ എന്തെങ്കിലും ചോദിച്ചോ? ചെറിയ പ്രായം മുതൽ ഇവൻ ഇവിടുത്തെ പെർമനന്റ് കസ്റ്റമറാ. എങ്ങനെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ മോളെ? അല്ല മോളെ, നാണിക്കൊന്നും വേണ്ട, എങ്ങനെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞോന്നേ. ഹൈസ്കൂൾ സ്റ്റൈലിൽ. ഹൈസ്കൂൾ സ്റ്റൈലോ? ഏത് വർഷമാ മോളെ? 99. അതങ്ങ് ചെയ്താ താടി ഇങ്ങനെ വെക്കാലോ അല്ലേ? എങ്ങനെയുണ്ട് മോളെ? ഓക്കെ അല്ലേ? സൂപ്പർ. മോളെ ഇതുപോലെ ഹൈസ്കൂൾ സ്റ്റൈലാക്കി മാറ്റി തരട്ടെ? വേണ്ട വേണ്ട. നീ കാറിൽ പോയിരുന്നോ? ഞാൻ പോരാ. അവൾ ആരാണെന്നറിയോ? നിന്റെ ലവർ എനിക്കറിയാം. പോടാ. എന്തറിയാം നിങ്ങക്ക്? എന്തറിയാം? എല്ലാം എന്തറിയാന്ന്? അറിയാവുന്ന പറഞ്ഞില്ലേ? പോടാ. ഒന്ന് തന്നാനുണ്ടല്ലോ. പോടാ. വെറുതെ ഓരോന്ന് പറഞ്ഞു മനുഷ്യൻ. പോടാ പോടാ. ഞാനുണ്ടല്ലോ. ഇവനൊരു മാറ്റവുമില്ല. പോയാലോ? നീ ഷർട്ട് ഊരി. ഉള്ളിൽ എന്തായാലും നീ ടീഷർട്ട് ഇട്ടിട്ടില്ലേ? പിന്നെന്താ? അല്ല പിന്നെ അത് വേണ്ട. റാം, ഷർട്ട് ഊര്. ഇപ്പൊ കാണാൻ കൊള്ളാം, എന്നിട്ട് ആവശ്യമില്ലാത്ത താടിയും മീശയും. ജാനു, നിന്റെ ഉദ്ദേശം എന്താ? റാം, ആർ യു വെർജിൻ? അയ്യോ എന്റെ ദൈവം, നീ എന്തൊക്കെയാ ജാനു ചോദിക്കുന്നത്? നാണക്കേട്. സത്യം പറ റാം. നീ സിംഗപ്പൂർ പോയപ്പോ വളരെ മോശക്കാരിയായി കേട്ടോ. ഇനി മുതൽ ഈ ഇംഗ്ലീഷ് പടം കാണാനൊക്കെ കുറച്ചേക്ക്. പോവാം. ജാനു, ഇത് ആരെയും കണ്ട മോശമാണ് കേട്ടോ. നീ എന്താ വിചാരിച്ചിരിക്കുന്നെ? ഞാൻ എന്ത് ചോദിച്ചാലും അതിനൊന്നും ഉത്തരം തരാതെ ഒഴിഞ്ഞു മാറി പോവാനാ? ഇപ്പൊ നിനക്ക് എന്താ അറിയണ്ടേ? ഞാൻ ചോദിച്ചതിന് ആൻസർ പറ. വാ, കാറിൽ പോകുന്ന സമയത്ത് പറയാം. വാ. ഇവിടെ വാ. ഇനി പറ. ശരി, നിക്ക് പറയാം. ഗോഡ് പ്രോമിസ്. ജാനു, ഇതിന്റെ കാര്യം ഗോഡ് പ്രോമിസ് വാങ്ങിക്കോ. നിന്നെ പറ്റി എനിക്ക് നന്നായി അറിഞ്ഞൂടെ. തലേ തൊട്ട് സത്യം ചെയ്. അതെ, ഞാൻ വെർജിൻ തന്നെയാ. എന്റെ ദൈവമേ. നീ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതൊക്കെ വിട്ടേക്ക്, മറന്നേക്ക്. ഇത്രയും നാളായിട്ടോ? എന്താന്ന് വെച്ചാൽ ഞാൻ ആഞ്ജനേയ ഭക്തനാ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചോദിക്കരുത്. എങ്ങനെയാടാ? ജാനു, ഈ ചോദ്യം ചോദിക്കലൊക്കെ ഒന്ന് നിർത്തി. എനിക്ക് വയ്യ. ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇതൊക്കെ ഒന്ന് വിട്ടേ. ഈ ടോപ്പിക്കിന് വേണ്ട. ശരി, അത് വിട്. ഇത്രയും വർഷങ്ങളായിട്ട് നീ ഒരാളെ പോലും പ്രേമിച്ചിട്ടില്ലേ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ വഴിക്ക് വാ.
കാര്യങ്ങളൊക്കെ അങ്ങനെ പുറത്തേക്ക് വരട്ടെ, പറ. എന്തു പറയണമെന്ന്? അതല്ലടാ, നിന്നെ പോലുള്ള പയ്യന്മാരെയൊക്കെ പെൺകുട്ടിയൊക്കെ പെട്ടെന്ന് ഇഷ്ടാവുമല്ലോ. എന്നിട്ട് നിന്റെ കാര്യത്തിൽ എന്താ പറ്റിയത്? എന്നെ പോലെയോ? അതെ, എന്നെ പോലെന്ന് വെച്ചാ? നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടല്ലടാ. എന്നിട്ട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല? നാണിച്ച് തലതാഴ്ത്തൊന്നും വേണ്ട, എന്തായാലും കഥ പറ. അത് എന്റെ കോളേജിൽ ഭാരതി എന്നൊരു കുട്ടിയുണ്ടായിരുന്നു, അതായത് എന്റെ ജൂനിയർ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പിന്നെ പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് എന്നോട് എന്തോ സംസാരിക്കണുണ്ടെന്ന് പറഞ്ഞു. ഞാനും ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് അവള് എന്തൊക്കെയോ എന്നോട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവളെ പെണ്ണ് കാണാൻ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു കൺഗ്രാചുലേഷൻ, നല്ലത് വരട്ടെ, കല്യാണമൊക്കെ നടക്കട്ടെ. അവളാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ, നീ ഓക്കെ പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അമ്മയോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാനെന്ത് പറയാനാ? അത് തന്നെയല്ലേ ഞാനും ചോദിച്ചേ. എനിക്ക് ജോലി കിട്ടിയിട്ടില്ല, വരുമാന മാർഗം ഇല്ല, ഇതുവരെ സെറ്റിൽ ആയിട്ടില്ല എന്നൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞാലും അവൾ എന്നെ വിടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു. എന്ത് സത്യം? വേറെന്താ, നിന്റെ കാര്യം തന്നെ. കുറച്ചു നേരം സൈലന്റ് ആയിട്ടിരുന്നു, പിന്നെ ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഇൻവിറ്റേഷൻ കാർഡ് വന്നു. നടന്നതൊന്നും നീ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, കല്യാണത്തിന് നീ വരുമെന്ന് പൂർണ്ണ പ്രതീക്ഷയുണ്ട്, ഉറപ്പായിട്ടും വരണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നീ പോയോ? ഇല്ല, പോയില്ല. എന്തൊക്കെയായാലും എന്നെ പ്രേമിച്ച ഒരു പെൺകുട്ടിയല്ലേ. ഞാൻ അവിടെ ചെന്നാ എന്നെ കണ്ടിട്ട് അവൾക്കാകെ വിഷമൊക്കെ വരില്ലേ? എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ പോയില്ല. അന്ന് എന്തുകൊണ്ടാ നീ എന്നോടൊന്നും പറയാതെ അങ്ങ് പോയത്? അതിനുശേഷം എന്നെ കാണാൻ പോലും വന്നിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. പെട്ടെന്ന് നീ പോയപ്പോ എന്തോ ജീവിതത്തിനൊരു അർത്ഥമില്ലാണ്ടായി. PUC പാസ്സായത് തന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. വീട്ടിലുള്ളവരൊക്കെ എനിക്ക് കല്യാണം ആലോചിക്കുമെന്നുള്ള പേടിയുണ്ട് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. എപ്പോഴെങ്കിലും നമ്മുടെ പഴയ ഫ്രണ്ട്സിനെ ആരെങ്കിലും കണ്ട അവർ നിന്നെ പറ്റി എന്തെങ്കിലും പറയുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. ഒരുപാട് തവണ പലരെയും കണ്ടപ്പോൾ നീയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇതൊന്നും പോരാത്തതിന് എന്റെ ചേച്ചി ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി വീട്ടുകാർ കല്യാണം ആലോചിച്ചു തുടങ്ങി. ചേച്ചി അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അച്ഛനോട് എനിക്ക് മറിച്ചൊന്നും പറയാൻ പറ്റിയില്ല. ഇനിയിപ്പോ പറയാന്ന് വെച്ചാൽ എന്ത് പറയാനാ? ഹൈസ്കൂൾ മുതൽ ഞാനൊരു പയ്യനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ അവനുള്ളത് എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ താലി കെട്ടുന്ന സമയത്ത് പോലും നീ അവിടേക്ക് വന്നിരുന്നെങ്കിലെന്ന് എന്റെ മനസ്സ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇനിയിപ്പോ അത് പറഞ്ഞിട്ടെന്തിനാ? ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ കല്യാണ മണ്ഡപത്തിലിരിക്കുന്ന സമയത്ത് പോലും നീ എന്റെ അടുത്ത് എവിടെയുണ്ടെന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു. താലി കെട്ടുന്ന സമയത്ത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ പെട്ടെന്ന് അവിടേക്ക് നീ ഓടി വന്നിട്ട് ഇതെന്റെ പെണ്ണ, ഇവളെ ഞാൻ കൊണ്ടുപോവാന്ന് നീ പറയുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇപ്പൊ എല്ലാം കഴിഞ്ഞു പോയില്ലേ? എന്റെ ജീവിതം തന്നെ എനിക്ക് മടുത്തുപോയി. എന്റെ മനസ്സ് വിഷമിക്കുന്ന സമയത്തൊക്കെ എപ്പോഴെനിക്ക് ഓർമ്മ വരുന്നത് ഹൈസ്കൂളിൽ അന്ന് എന്റെ കൂടെ പഠിച്ച രാമചന്ദ്രനെ മാത്രം. സർ, ഒരുപാട് ലേറ്റായി. വണ്ടി ഒന്ന് എടുത്തായിരുന്നെങ്കിൽ. ഞാനിപ്പോ തന്നെ മാറ്റാം. ശരി, കേറി ജാനു. സോറി റാം, ഇതൊക്കെ എന്തെങ്കിലും ഒരിക്കൽ നിന്നെ നേരിട്ട് കാണുമ്പോൾ നിന്റെ അടുത്ത് തുറന്നു പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളാ. ഇതൊക്കെ ഞാൻ വേറെ ആരോട് പറയാനാ? ഇതൊക്കെ ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞത് നിന്റെ മനസ്സ് വിഷമിപ്പിക്കാനല്ല. ഓക്കെ അല്ലേ റാം? ഇല്ല, അതല്ല.
ഞാൻ നിന്നെ നിന്റെ കോളേജിലേക്ക് അന്വേഷിച്ച് വന്നത് ഒരു പേപ്പറിൽ എൻ്റെ പേര് എഴുതി കൊടുത്തയച്ചത് ഈ കാര്യങ്ങളൊന്നും നീ അറിഞ്ഞിട്ടില്ലേ ജാനു? നീ എപ്പോഴാ വന്നത്? വെറുതെ കള്ളം പറയില്ല റാം. അല്ല ജാനു, സത്യമായിട്ട് ഞാൻ വന്നിരുന്നു. സത്യമാണോ നീ പറയുന്നത്?